നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ CPM നേതാവ് പത്മകുമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴി കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദിവസങ്ങൾ കഴിയും തോറും കേസുമായി ബന്ധപ്പെട്ട കണ്ണികളുടെ എണ്ണം വർദ്ധിക്കുകയും കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണത്തിന്റെ നിഴൽ നീളുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സംഭവം അത് ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്രമക്കേടായി പരിഗണിക്കപ്പെടുന്നു. മറ നീക്കി പുറത്തു വരുന്നത് ഗൗരവമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ആയതുകൊണ്ട് തന്നെ കേരളത്തിനകത്തും പുറത്തും കേസ് വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ കേസിന്റെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ നിർണായകമാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും അദ്ദേഹവുമായി തനിക്ക് പരിചയം സ്ഥാപിച്ചതും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരാണെന്നുള്ള പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെയും അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ മൊഴിയെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. CPM പ്രാദേശിക നേതാവായിരുന്ന പത്മകുമാർ അറസ്റ്റിലായതോടെ പാർട്ടി നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യത നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണം മറ്റ് പ്രമുഖരിലേക്ക് വഴിതിരിച്ചു വിടാനും പാർട്ടിക്ക് നേരെയുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം തന്ത്രിയുടെ പേര് വലിച്ചെടുത്തതെന്ന വാദവും ശക്തമാണ്. അതായത് പാർട്ടിയെ രക്ഷിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഈ നിർണായക മൊഴിക്ക് പിന്നിലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പത്മകുമാറിൻ്റെ മൊഴിക്ക് പിന്നാലെ CPM നേതൃത്വം അദ്ദേഹത്തിനെതിരെ പരസ്യമായി കടുത്ത നിലപാടെടുക്കുകയും തള്ളിപ്പറയുകയും ചെയ്തതും ഈ സംശയങ്ങൾക്ക് ബലം നൽകുന്നുണ്ട്. പാർട്ടിക്ക് നേരെയുള്ള അന്വേഷണ സാധ്യതകൾ ഒഴിവാക്കാനും സംഭവിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് കൈകഴുകി മാറി നിൽക്കാനുമുള്ള CPM നേതൃത്വത്തിൻ്റെ തന്ത്രമായി ഇതിനെ കാണാവുന്നതാണ്. എന്നാൽ ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടികൾ ഉണ്ടാവുക എന്നതിനാൽ തന്നെ മൊഴി നൽകിയതിലെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ തന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ മൊഴി അച്ചടക്ക നടപടിക്ക് ശേഷം മറ്റ് CPM നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയെ വൈകിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാർ അനുമതി നൽകിയെന്നും തന്ത്രി കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് പോറ്റിയെ വിശ്വസിച്ചതെന്നുമാണ് പത്മകുമാർ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ തന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ലെന്നും പോറ്റി തൻ്റെ ആറന്മുളയിലുള്ള വീട്ടിൽ വരാറുണ്ടായിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകിയെങ്കിലും പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകളുടെ വെളിച്ചത്തിൽ പത്മകുമാറിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന ശക്തമായി ഇപ്പോൾ നടന്നു വരികയാണ്. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവര് നൽകിയ മൊഴി പത്മകുമാറിൻ്റേതിന് വിരുദ്ധമാണ്. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നും സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമാണ് അനുമതി നൽകിയതെന്നും സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. പോറ്റിയെ ആദ്യം പരിചയപ്പെടുന്നത് കീഴ്ശാന്തി എന്ന നിലയിലായിരുന്നുവെന്നും പിന്നീട് സ്പോൺസർ എന്ന നിലയിൽ ബന്ധം തുടർന്നുവെന്നും തന്ത്രിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള പത്മകുമാറിനെ 2 ദിവസത്തേക്കായിരുന്നു SIT ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുകയാണ്. ഈ കേസിൽ കഥാപാത്രങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും രാഷ്ട്രീയ ഇടപെടലുകളുടെ സാധ്യത ശക്തമാവുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഇനി അന്വേഷണം അത് അടുത്തതായിട്ട് എത്താനായിട്ട് സാധ്യതയുള്ളതും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും നിലവിലെ ദേവസ്വം മന്ത്രി വാസവനിലേക്കുമായിരിക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകളുടെ സ്പോൺസറാകാൻ സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചുവെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പത്മകുമാർ തയ്യാറായിട്ടില്ല. സന്നിധാനത്ത് വെച്ച് ഈ ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായിട്ട് സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. തങ്ങളുടെ ഭാഗത്തു നിന്നും തൂക്കവും അളവും കൃത്യമായി രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായിട്ടും പത്മകുമാർ പറയുന്നു. എന്നാൽ മുൻ ഭരണസമിതിയുടെ കാലത്തും സമാനമായ ക്ലാഡിംഗ് വർക്കുകൾ പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് എന്ന ന്യായീകരണവും പത്മകുമാർ നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തന്ത്രിയുടെയും പോറ്റിയുടെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്നാണ് CPM നേതൃത്വം കരുതുന്നതെങ്കിലും ശക്തമായ തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിൻ്റെ കുരുക്കുകൾ കൂടുതൽ നേതാക്കളിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇവിടെ തള്ളിക്കളയാനാവില്ല.